ഞാൻ ഇങ്ങനെ ഫുൾ ഉണ്ടാക്കരുത്. അവർ റൈറ്റ് ഫ്ലാങ്ക് നോക്കി കളി. വണ്ടി കയറി വണ്ടി കയറി ഇവിടെ കൂട്ടം വരുന്നത് തിരിഞ്ഞ് വണ്ടി കയറി വണ്ടി കയറി നമ്മുടെ വണ്ടിയുടെ പുറകെ നോക്കണം. നമ്മുടെ വണ്ടിയുടെ പുറകെ നോക്കണം. കയറി 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 ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. നമ്മുടെ പുറകെ നോക്കണം. നീ മാറത്ത് കുത്ര ബാക്ക് കൊടുത്തില്ല ഇനി ശരിയാവില്ല. അണ്ണ ഇറങ്ങി അണ്ണ ഡൗൺ ആയോ? നമ്മളെ വീഡിയോ ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ കറങ്ങ് സപ്പോർട്ട് പറഞ്ഞ ഇവിടെ സപ്പോർട്ട് വാടാ, ഇങ്ങോട്ട് വാ. എടാ ആയിട്ടില്ല നീയൊന്നും തോലിക്കും. തീർന്ന ഇങ്ങോട്ടാ ഇങ്ങോട്ടാ തൂറിയല്ലേ എവിടെ തൂറിയാലോടെ കൊണച്ചോടെ തരാന്ന് പറഞ്ഞത്. എവിടാ തൂറ് ചത്തവന്മാർ എവിടെടാ? തൂറ് ചത്തവന്മാര് തീർത്ത കണ്ടുകള്. നമ്മുടെ പിള്ളേരെ മാറ്റിയിടും. തൂക്ക് കേടാ അവിടെ പോലെയാടുകളെ എവിടെ എവിടെ നിന്റെ ഷോ നിന്റെ ഷോ ആയിരുന്നു. നീ വാണോ എവിടെ നീ MRC ഞാൻ ടിവിയിലും കേട്ടാ. നീ സ്ലോട്ട് കുറച്ച് നക്കി ചോദിരി കേട്ടാ. തീട്ടങ്ങളിലോട്ട് മനസ്സിലായോ? തീട്ടത്തിൽ നിന്ന് തീട്ടത്തിലോട്ട്. ഇന്നലെ ഉറക്കി നിന്നേക്ക് ഇന്നും ഉറക്കി കേട്ടോടാ കണ്ടികളെ. കത്തിയല്ലോ മിസ്റ്റർ ഷിബു, കത്തിയല്ലോ. കത്തിയമാരൊക്കെ വരും ഇങ്ങോട്ട്. ഇതാരിത്? പ്രണവ് ചേട്ടനെ ഒന്ന് തരണേടാ. പ്രണവ് ചേട്ടന്റെ ബോഡി നീ തൊലിക്ക് ഷെയ്ക്കിന്റെ കാലിലിടയ്ക്ക് വണ്ടിയോട് അടിക്കാറുമ്പോ പറ കേട്ടോ. എനിക്കിവനെ വേണോടാ. പ്രണവ് മൊണ്ണേനെ വേണം. പ്രണവ് മൊണ്ണ ഇവിടെ. പ്രണവ് മൊണ്ണ അവൻ എനിക്ക് വേണം. പ്ലീസ് തരണേ. റാംബോച്ചി എവിടെ? റാംബോച്ചി എവിടെ? ഓ റാംബോച്ചി ഇല്ലായിരുന്നല്ലേ? ഓ കൂട്ടത്തിലുണ്ടോ? അടിച്ചിടോന്ന് പറഞ്ഞാ അടിച്ചിടും മോനെ, മനസ്സിലായ? ഒരു വാക്കേ ഉള്ളൂ. പുഴുത്ത് കിടക്കുമെന്ന് പറഞ്ഞാല് പുഴുത്ത് കിടക്കും. മനസ്സിലായി? ഇപ്പൊ മനസ്സിലായോ പ്രണവ് ചേട്ടാ? മനസ്സിലായ?
പ്രണവ് ഞങ്ങള് കമ്മ്യൂണിറ്റി പൂജ വന്നാണ്. അയ്യോ ഞങ്ങൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ലേ? അയ്യോ 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 ഞങ്ങൾക്ക് ഒന്നിനും സമ്മതിക്കുന്നില്ലേ? അയ്യോ കമ്മ്യൂണിറ്റി ആ അപ്പൊ കുഴപ്പമില്ല. എടാ ഫ്യൂൽ ക്യാൻ ഉണ്ടോ? ഇത് എടാ വേറെ ആരെങ്കിലും ഉണ്ടോ? എടാ കത്തിക്കല്ലേ 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 തമ്മനത്തൊരു ഷേക്കടായിട്ട് ഇരിക്കാം. ഈ ഗ്യാങ് ഇങ്ങനെ മുന്നോട്ട് ഉണ്ടെങ്കിലും നല്ല തമ്മനത്തൊരു ഷേക്കടായിട്ട് ഇരിക്കാം നിനക്ക്. ബോഡി അടിക്കുന്ന പൊട്ടന്മാരെ ഗ്യാങ്ങിൽ എടുത്ത് കച്ചവടം കിട്ടൂടാ, കച്ചവടം കിട്ടും, വണ്ടി കയറി കച്ചവടം കിട്ടും. കൺവിൻസിങ്ങിന് കിടിലോടെ. അല്ലടാ ഇപ്പൊ ഉള്ള മണിയും പോയി അവന്റെ ഷേക്കിന്റെ പണിയും പോയി അല്ല അണ്ടിയും പോയി വെപ്പണ്ടി എടാ, എനിക്ക് പ്രണവ് എവിടെടാ? ഇതില് പ്രണവ് എവിടെ? അയ്യോ അയ്യോ ഈ മൊണ്ണാണ്ടിയെ കാണാനില്ലേ? ഞാൻ ഒരു അഡ്വൈസ് അറിയാം ലൈഫില്. പരിപാടി നിർത്തുക, തമ്മനത്തൊരു ഷേക്ക് തമ്മനത്തൊരു കുലുക്കിക്കട. ഗ്യാങ് ഹൗസ് പൈസ അടിക്കാൻ കഴിയില്ല. നീയൊക്കെ ആരെയൊക്കെ റിക്രൂട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല. നീയൊക്കെ തല്ലുപൊളികളാണ്. തലമൂത്തവരെ മാറ്റിയിടാ. ഒന്ന് പറഞ്ഞു തലമൂത്തവരെ മാറ്റിയിട്. തലമൂത്തവരൊക്കെ മാറ്റിയിട്. സെപ്പറേറ്റ് കത്തിക്ക. തലമൂത്തവര് മാറ്റി കിടക്കും. തലമൂത്തവരെ മാറ്റിയിട്. തലമൂത്തവരെ മാറ്റിയിട്. മിണ്ടാരിടാ നീലേ. മറ്റേ പ്രണവ് കണ്ടി എന്ന് പറഞ്ഞൊരു കണ്ടി ഉണ്ടല്ലോ. അവിടെ കണ്ടി അവിടെ മറ്റേ റേഡിയോയിൽ ഇന്നലെ ഒറ്റയ്ക്ക് പറഞ്ഞല്ലോ. അണ്ണാ ആ കണ്ടിനാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും കാണും നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എടാ കണ്ടി തീട്ടവേ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്നോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിന്റെ റേഡിയോക്കകത്ത് കണക്ട് ചെയ്യാൻ നിന്റെ മറ്റേ ആഴ്ച മാറുന്ന ലീഡർ മണ്ടന്മാരും കോ ലീഡർമാരും സംസാരിക്കുമ്പോൾ മാത്രം നീ റിപ്ലൈ കൊടുത്താൽ മതി. എന്റെ റേഡിയോക്കകത്ത് ആര് കണക്ട് ചെയ്യണോ അതിന് റിപ്ലൈ പറയാൻ നീ നിക്കണ്ട. കേട്ടാ കണ്ടി HF ഫയൽ തീട്ടവേ. അടിക്കാറാകുമ്പോ പറയാൻ കേട്ടാ. വാറും കളിക്കും. നിന്റെ ലീഡർ വരെ പുറത്തിരിക്കല്ലേ. സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആളെ VC വിളിച്ചിട്ട് വെരിഫൈ ചെയ്യും. അതിൽ ഇന്റൻസിലാണ് ഇത് മൂത്ത ഇതാരാണ്? തലമൂത്ത ആരാണ് ഇത്? ഈ തലമൂത്ത കളവനാണോ? തലമൂത്ത കളവനെ അടുത്താരാ? നിങ്ങളെല്ലാരും മറന്ന് മോബിന്റെ കേസ് അതും കൂടി ചേർത്ത് കൊടുക്കണേ. മോബി എന്റെ കുട്ടൻ മോബി കുട്ടനെ പറഞ്ഞത് മറക്കല്ലേ. ഒരു കോപ്പ് ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ട്, മനസ്സിലായോ? ഒരു കോപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ നീയൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നെന്നും പറഞ്ഞു ഒരു മനസ്സിലായ? നീയൊക്കെ ഒന്ന് മൂഞ്ചെണ്ണ അതിന്റെ ഇടയിൽ കയറി. എവിടെ പ്രണവ്? കണ്ടി പറഞ്ഞ അടിക്കോന്ന് പറഞ്ഞ അടിക്കും. മനസ്സിലാടാ മൊണ്ണെ? കണ്ട ഒരു വാക്കേ ഉള്ളൂ. മൊണ്ണെ എല്ലാരും മൊണ്ണ അടിക്കുമെന്ന് പറഞ്ഞാ അടിക്കും. കേട്ടാടാ കേട്ടാ കുടിച്ചട. നീ ചേട്ടന്റെ പേരിട്ട് വന്നേ എല്ലാത്തിനെ വേണമെന്ന് വിളിച്ചത്. മൊണ്ണ എടാ എല്ലാരും മിണ്ടാരി. എല്ലാരും ബാക്ക് ഓഫ് ഇതാണ്. എല്ലാരും ബാക്ക് ഓഫ്. പറഞ്ഞ കേക്കണ കേട്ടില്ലേ? ബാക്ക് ഓഫ്. ഞാൻ എല്ലാത്തിലോട്ടും രാജുഭായി അടുത്തുള്ളതല്ലായിരുന്നു കേട്ടോ ഞാനിപ്പോ പറഞ്ഞത്. ഇത് രാജുഭായ് ആണോ അല്ല കിളവനാണോ എന്നറിഞ്ഞൂടാ. മറ്റേ കണ്ടിയപ്പാപ്പനാണെന്ന് രണ്ട് RPG സെറ്റ് ചെയ്ത് വിട്. സ്പീഡോ ഇതില്
വെള്ളം പിടി, ഒരു വെള്ളം പിടി. ഇട്ടേക്കുന്നല്ലേ? എടാ, പീടി നിന്റെ കുറച്ച് പീടി ഇതാ, താഴെ. പപ്പടം ഇവിടെ അല്ലേ പപ്പടം എടാ, വിക്രമനെ, എടാ, ആരും ബാനൊന്നും വാങ്ങിക്കല്ലേ. ഒരു വർഷത്തിലെ 10 ഗ്യാങ് കോച്ചി പറയല്ലേ. ഇത് നാളെ എല്ലാം നിന്റെ കുറെ കൊളച്ചല്ലേ നീ പറ മോനെ നിന്നെ കാണുമ്പോഴാണ്ടാ എനിക്ക് ചിരി പറഞ്ഞ പ്രണവേ എന്തൊരു അറിഞ്ഞോട്രാ ഇപ്പൊ കിട്ടിയില്ലേ വാതർച്ച് കിട്ടിയില്ലേ പ്രണവ് മോനെ കടന്ന് കരാടാ കടന്ന് കര നീ ഇരുന്നിട്ട് എന്താടാ ആൾക്കാരെ കേട്ടടാ, കുറച്ചും കൂടെ ആൾക്കാരെ കേട്ടിട്ട് നീ വാ. എന്താടാ എന്താടാ കുറച്ചും കൂടെ കേട്ടടാ, ചേക്ക പാട്ടി തീട്ടമേ. നീ ഇരുന്നങ്ങ് വനത്ത് നീ പോലെ അടിക്കാൻ പറ്റില്ല കേട്ടാ കണ്ടി മനസ്സിലായോ? പാട്ടി തീട്ടമേ. നീ ചരച്ച് തുടങ്ങിയല്ലോടാ കുറച്ചും കൂടെ ചരക്ക് നീ വളരെ കേട്ടടാ. ഇന്നലെ വന്നവനല്ലേ നീ വളരെ എന്നിട്ട് വാ കൊണ്ട് കത്തിക്കടാ മാതിരി ഇവനെ എടുക്ക. നീ അവന്റെ വണ്ടേ ഇല്ലടാ നിനക്ക് എല്ലാടെയും അടിയാ നിനക്ക് ആൾക്കാരെ പറ്റിക്കുന്നത് നമ്മളെടുത്ത് വരുന്ന കേക്ക ഞാൻ ഒരു ട്രിപ്പ് പറഞ്ഞുതരാം ഇനി ഒന്നും പറയല്ലേ ഞാൻ ഇതേപോലെ കൊള്ളേണ്ടി വരും വെറുതെ എന്തിനാണ് മേടിച്ചു കൂട്ടണം കൊറേ ആയില്ലേ കിട്ടിയത് പിള്ളേര് കേറി ഇതേപോലെ നിരങ്ങിയിട്ട് പോകും നമസ്കാരം ജെകെ. നമസ്കാരം അപ്പൊ പറഞ്ഞോ തുടങ്ങിക്കോ സംസാരിക്കാൻ കേൾക്കുന്നുണ്ടോ അങ്ങോട്ട്? ആ കേക്കാം കേക്കാം ഇപ്പൊ കേക്കാം ആരംഭിക്കും തുടങ്ങട്ടെ നമ്മളെന്താ തുടങ്ങാനാ നിങ്ങൾ തുടങ്ങിയ സിറ്റുവേഷൻ അല്ലേ നിങ്ങൾ പറ നമ്മൾ തുടങ്ങിയ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ ഷേക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ എക്സ്പ്ലെയിൻ നമ്മൾ തുടങ്ങിയ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേക്കട്ടെ. നമ്മൾ തുടങ്ങിയ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രസ് ഷോപ്പിൽ പോയപ്പോ അവിടെ കണ്ണാപ്പി അതേമാതിരി ഒരു ടീം വന്നു പോലും വണ്ടി എടുക്കാൻ. അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യാതെ പോയി. അല്ല അതിന് ശരിക്ക് എന്താണ് ഞാൻ ഇങ്ങനെ വന്നോട്ടെ ചെയ്യണ വേണ്ട അല്ല ആ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ വാറ് കഴിഞ്ഞ് വരുമ്പം ഇതേപോലെ ഇക്രു അവിടുന്ന് പോരുന്ന സമയത്ത് ഇക്രുവിന്റെ വണ്ടി കണ്ണാപ്പിന്റെ വണ്ടി ഒന്ന് തട്ടി പോലും. അപ്പൊ കണ്ണാപ്പി മരിച്ചു. കണ്ണാപ്പി ഡൗൺ ആയപ്പോ കണ്ണാപ്പിന്റെ അടുത്ത് സോറി പറഞ്ഞില്ല എന്നാണ്. കണ്ണാപ്പിയോട് സോറി പറഞ്ഞിട്ടില്ല അത് വേറെ കാര്യം. പക്ഷെ ബാക്കിയുള്ള അവിടെ നിന്ന് രണ്ടാൾക്കാരോട് സോറി പറഞ്ഞിരുന്നു. ഇല്ലെന്നാണ് അവരും പറഞ്ഞത്. കാരണം ഏബലും മോബിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അവരും സോറി പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. റേഡിയോയിലുണ്ടല്ലോ അവരോടൊന്ന് ചോദിച്ചാൽ ഇല്ല ഇക്രു സോറി പറഞ്ഞല്ലടാ ബ്രോ. ഞാൻ അപ്പോഴേ പറഞ്ഞു ബ്രോ ഓക്കെ അല്ലേ അറിയാൻ ഇടിച്ചു ഞാൻ പറഞ്ഞു. അപ്പൊ തുടങ്ങിയ കൊണയാണ് എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു തീർന്നേ മുന്നേ എന്റെ അടുത്ത് അവിടെ വെച്ച് അവിടെ സോറി അവിടെ സോറി ഒന്നും പറഞ്ഞില്ല അണ്ണാ. എന്റെ അടുത്ത് ഇവന്മാര് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ. എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇടിച്ചിട്ട് സോറി ഒന്നും പറഞ്ഞിട്ടില്ല പോയിട്ടില്ല. അത് സംസാരിച്ച് സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരെ കാണാൻ വേണ്ടി അവിടെ പോയത്. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ സോറി ഓൾറെഡി പറഞ്ഞു വീണ്ടും നമ്മൾ വരേണ്ട ആവശ്യം എന്തിനാണ് സോറി ആക്കാൻ വേണ്ടിയിട്ട്? മനസ്സിലായി? നിങ്ങളൊന്നും ഇടിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോയോണ്ടാണ് നമ്മൾ പറയാൻ വന്നത്. അല്ലാണ്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ല. മിണ്ടായെന്നല്ല പോയത്. എനിക്ക് ഡൗട്ട് മിണ്ടിയിട്ടില്ല. ശേഖർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഡ്രസ്സ് മാറി ഇതൊക്കെ മാറിയാണ് ഞാൻ ആ ഡ്രസ് ഷോപ്പിൽ വന്നത്. അപ്പൊ ഈ MRCയുടെ പൊതുസ്വത്താക്കിയോ ഈ ഡ്രസ് ഷോപ്പ്? നമുക്ക് വരാൻ പറ്റത്തില്ലേ? നമുക്ക് ത്രിപിൾസ് അടിച്ചൊരു ബൈക്കില്. പിന്നെ അത് ഞാനതെങ്ങനെ നിനക്ക് മനസ്സിലായി? എടാ ശേഖേ ഞാനതെങ്ങനെ മനസ്സിലായി? ഞാൻ എന്റെ അവിടെ മിണ്ടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അവിടെ വണ്ടി കൊണ്ട് നിർത്തിയല്ലേ ഉള്ളു. നിനക്ക് ഞാനതെങ്ങനെ മനസ്സിലായടാ? ഈ പറഞ്ഞ ഉത്തരം താടാ. നീ ഉത്തരം താടാ. ബാക്കി ഷേക്കിന്റെ മുഖത്ത് നിനക്ക് ഞാൻ അവിടെ മിണ്ടിയില്ല. അല്ല വാസു ബ്രോ ഒരു സിറ്റുവേഷൻ ഇതാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ ആരും പറഞ്ഞില്ല. പറഞ്ഞു തരാ. വെയിറ്റ് ഇതേപോലെ നമ്മള് പപ്പടം ഇതേപോലെ TJ ആയിട്ട് എന്തോ ഒരു സിറ്റുവേഷൻ കൊണ എന്തോ ആയിരുന്നു പോലും. അപ്പം ഇതേപോലെ മോബിന്റെ ബൈക്കാണെന്നുള്ളത് അവൻ അറിഞ്ഞില്ല. ആ ബൈക്കുമ്പോ കേറി. അപ്പൊ മോബി ഒന്ന് അടിച്ചു. അല്ല പിന്നെ മോബി ഒന്ന് അടിച്ചോ?
സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തത് മോബി എന്നാണെങ്കിൽ പിന്നെ ഇത്രയും നേരം ഈ കണ്ണാപ്പിയുടെയും മോബി ഒന്ന് അടിച്ചു പോലും എന്തിനാണ് ആ കണ്ണാപ്പിന്റെ പോലും. ഇടിച്ച കാര്യം പറയാൻ കാരണം എന്താ വെച്ചാ മോബി ഒന്ന് അടിച്ചു പോലും. അല്ല അതിനല്ലല്ലോ സിറ്റുവേഷൻ എടുത്തത് സിറ്റുവേഷൻ എടുത്തത് മോബിയുടെ കാര്യത്തിലാണ് പറഞ്ഞു കഴിഞ്ഞല്ലോ ടൈം രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മനസ്സിലായോ ടൈം രണ്ട് സിറ്റുവേഷൻ ഒന്നും ഇല്ല ഷെയ്ക്കേ ഞാൻ പറഞ്ഞോട്ടെ കണ്ണാപ്പി അവിടെ ഡെഡായി കിടക്കുക ആരും ചോദിച്ചില്ല അവിടെ ഏബലാണ് ചോദിച്ചത് ഏബൽ ചോദിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു എന്താണ് സോറി പറയാൻ ബ്രോ അവനൊന്ന് അറ്റ്ലീസ്റ്റ് എണ്ണിക്കുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നു അവന്മാർ നിന്നില്ല എന്നിട്ട് ഏബൽ അന്നേരത്തേക്കിന് പോവാന്ന് പറഞ്ഞപ്പോഴാണ് ഏബൽ കൊളിച്ചത് അതൊന്നും അല്ല സിറ്റുവേഷൻ എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ഇനി അങ്ങോട്ട് സിറ്റുവേഷൻ കേട്ടിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞുതരാം സിറ്റുവേഷൻ എന്താണെന്ന് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പറയണത് പോലെ കണ്ണാപ്പി സോറി എന്താന്ന് വെച്ചാൽ സോറി പറയണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് അവിടെ പപ്പടം ബോധമില്ലാതെ അവിടെ വന്ന് നിന്നിട്ട് അവൻ ടി ജി ആണെന്ന് വിചാരിച്ച് നമ്മുടെ കൂട്ടത്തിലെ മോബിയുടെ അടുത്ത് വന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരുന്നു ആൻഡ് ഈ പപ്പടം എന്തിനാണ് ടി ജി ആയിട്ട് സിറ്റുവേഷൻ എടുക്കണമെന്ന് പോലും അറിയാമല്ലോ അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുവാണ് പപ്പടം വേറൊരാൾക്ക് വേണ്ടിയിട്ട് സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യമില്ലാതെ വള്ളി പിടിക്കാൻ വേണ്ടി മുതുക്ക് ഗറാജിൽ വന്നിട്ട് ടി ജി ആണെന്ന് വിചാരിച്ച് ടി വിയുടെ മണ്ടക്കോട്ട് കയറിയിട്ട് ടി വിയിൽ ഒരു പയ്യന്റെ അടുത്ത് തന്തയില്ലാത്തരം കാണിക്കരുതെന്ന് പറഞ്ഞു മനസ്സിലായ ഇത് വേറെ ഒരു രീതിയിലുള്ള കൺവേർഷൻ ഒന്നും അല്ല എന്റെ അടുത്ത് വന്ന് സമ്മതിച്ച കാര്യം തന്നെ ഞാൻ ഇത് പറയുന്നത് എന്റെ അടുത്ത് പപ്പടവും ഫ്ലഫിയും വന്ന് സമ്മതിച്ച കാര്യമാണ് അങ്ങോട്ട് പറയുന്നത് അപ്പൊ അത് കേട്ടാ മതി അപ്പൊ അവൻ വന്നിട്ട് നേരെ എന്റെ അടുത്ത് ഇതുപോലെ വന്ന് പറഞ്ഞു ഇതായിരുന്നു സംഭവം എന്ന് പറഞ്ഞിട്ട് ടി ജി ആണെന്ന് വിചാരിച്ചാണെന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടത്തില് രണ്ടുപേര് ഗ്യാങ് ഡ്രസ് ഇട്ട് അവിടെ നിൽക്കുക അതിന്റെ കൂട്ടത്തിലാണ് മോബി നിൽക്കുന്നത് മോബിയുടെ അടുത്ത് തന്തയില്ലാത്തരം എന്ന് പറഞ്ഞാൽ അതിനി ഏതവൻ പറഞ്ഞാലും തന്തയില്ലായ്മ കാണിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുണ്ടല്ലോ നിങ്ങളുണ്ടല്ലോ കേട്ടോ നിങ്ങൾ കേൾക്കാനല്ലേ ഇരിക്കുന്നത് അപ്പോ ഈ പറയണത് പോലെ അതാണ് സിറ്റുവേഷന്റെ സ്റ്റാർട്ടിങ് അന്നേരം അത് ചോദിക്കാൻ വന്നപ്പോഴാണ് അവിടെയാണ് ട്രിഗർ ആയ അടി പൊട്ടുന്നത് അവിടെ അടി പൊട്ടിയിട്ടാണ് അടിക്കുന്ന പപ്പടമാണ് ഗണ്ണെടുത്ത് വെച്ച് അടിക്കുന്നത് ഇതാണ് സിറ്റുവേഷൻ ഇത് കൺവേർട്ട് ചെയ്ത് മറ്റേ ഡ്രസ് ഷോപ്പിൽ നിന്ന് ഇടിച്ച് കാറ് വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറി പപ്സ് തിന്നാൻ കയറി ഇതൊന്നും അല്ല സിറ്റുവേഷൻ മനസ്സിലായോ ഇതൊന്നും അല്ല സിറ്റുവേഷൻ ഇതാണ് സിറ്റുവേഷൻ കേട്ടോ ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാണ് നിന്നെയൊക്കെ എടുത്തിട്ട് അടിച്ചത് മനസ്സിലായോ അത് അങ്ങനെ ഇനി അതിന്റെ അപ്പുറത്തോട്ട് അതുകൊണ്ട് ഇനി മറ്റേ അതിന് പോയി ഇതിന് പോയി എന്നൊന്നും നമ്മളോട് പറയണ്ട ഇതാണ് സിറ്റുവേഷൻ അറിയത്തില്ലേ ഇതാണ് സിറ്റുവേഷൻ ഇതാരും അടുത്തിരിക്കുന്ന എന്ന് പറയുന്നവരെ ആ പയ്യനെ അറിഞ്ഞൂടെ മറ്റേ ഒരു വർഷം 10 ഗ്യാങ് കയറി നമ്മളൊരു അവാർഡ് ഫംഗ്ഷൻ നടത്തണം നിന്നെ മുന്നിൽ അപ്പൊ മര്യാദക്ക് കണ്ണാപ്പി അപ്പൊ പ്രീവാറിന്റെ വാറിന്റെ ടൈം പറഞ്ഞു അതിന് ഞാൻ തുടങ്ങിയത് വാറിന്റെ ടൈം പറഞ്ഞു പറയൂ ടൈം നമ്മളൊരു 20 മിനിറ്റുള്ളിൽ വാറടി 20 മിനിറ്റോ നമുക്ക് അത്ര വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ബ്രോ 20 മിനിറ്റ് വരെ പറയാം കാരണം എന്താ ബ്രോ കാരണം എന്താ 20 മിനിറ്റ് തോക്കത്തില്ലേ ഇല്ല കാരണം എനിക്ക് 20 മിനിറ്റ് കഴിഞ്ഞേ പറ്റുള്ളൂ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അഡ്മിനോട് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് അഡ്മിൻ ഉണ്ട് പറഞ്ഞേക്ക് ബ്രോ നീ വലിച്ചൂരി പോയവനെ തിരിച്ചു കേട്ടിട്ട് പയ്യ എന്താണ് അവന് നട്ടില്ല വരാൻ അവന് നട്ടില്ലാത്തവരാണ് അവസാനം ഒരു 16 മിനിറ്റ് കൊടുക്കാം അത്രേ ഉള്ളൂ ഡിസ്കൗണ്ട് കൂടെ കൂട്ടി 15 മിനിറ്റ് അത്രേ ഉള്ളൂ ഒരു 16 മിനിറ്റ് 16 ഒരു 18 മിനിറ്റ് ചന്ദ്ര 17 അര മിനിറ്റ് 17 അര ലാസ്റ്റ് ഫിക്സ് മതി അത്ര മതി വേറെ 17 അര അത് മതി 17 അര ഓക്കെ 17 അര
17 മാക്ക 17 പുഴുത്തത് നീ മനസ്സിലായോ? എന്താ ബ്രോ നമുക്ക് ടൈമാണ് ടൈം 17:30 മിനിറ്റ് 17:30 മിനിറ്റ് അത്രേ ഉള്ളൂ 17:30 മിനിറ്റ് വരെ വെയിറ്റ്. നീ പോയി മാറിക്കടാ എന്നാ ശരി, നീ കരയണോണ്ട് നീ 18 വെച്ചോ, നീ കരഞ്ഞോണ്ട് നീ 18 വെച്ചോ. കരഞ്ഞോണ്ട് നീ വെച്ചോ വെച്ചോടാ വെച്ചോ. നീ കരഞ്ഞോണ്ട് വെച്ചല്ലേ വെച്ചോ. തന്നു അത്രേ ഉള്ളൂ. മുഞ്ചേലെ ഇപ്പൊ തന്നെ 3 ഞാൻ മൊത്തത്തിലൊന്ന് പറയട്ടെ. ഡിഫോൾട്ട് ടൈം 15 മിനിറ്റ് ആണ്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ കൺസേൺ ഉണ്ടായി. രണ്ടുപേരും ഒരുമിച്ച് സമ്മതിച്ചാൽ മാത്രമേ അതിൽ കൂടുതലുള്ള ടൈം അനുവദിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ 17:30 മിനിറ്റ് കേട്ടാ. ഒരു മിനിറ്റ് അല്ല 17:30 നീ സമ്മതിച്ചിട്ട് പോയാ മതി. 17:30 നീ സമ്മതിച്ചിട്ട് പോയ 17:30 എന്നാ നീ 15 മിനിറ്റ് മതി 15 മിനിറ്റ് ലാഭം. നീ പൊട്ടനാണോ? അന്ന ഇവ പൊട്ടണ ലിറ്ററലി പൊട്ടായി. മനുഷ്യനായിട്ട് ജീവിക്കാൻ പൊളിഞ്ഞാടാ മോനെ ഇങ്ങ് വാ നീ പറ എന്താണ്? എടാ 15 മിനിറ്റ് ആണ് എനിക്ക് ലാഭം. മനസ്സിലായി? നിനക്ക് പിച്ചായിട്ട് തന്നെ 17:30. അപ്പൊ എനിക്ക് 15 ലാഭം. അപ്പൊ നീയാണ് പുഴുത്ത്. നീ കച്ചവടം ചെയ്യണം. കുറച്ചുമ്പേ കുറച്ച് പോത്തുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെണ്ടപ്പോത്തിന് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇറച്ചിക്ക് നല്ല വില ഉണ്ടായിരുന്നു. മാക്കെ ഇറച്ചിക്ക് നല്ല വില ഉണ്ടായിരുന്നു. കുറച്ചു നേരം പുഴുത്തടക്കായിരുന്നു. പോയാ